ഒരു സ്മാർട്ട് സെർച്ച് ബാർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. യൂസേഴ്സിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ യൂസേഴ്സ് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ഒരു പാറ്റേണൊക്കെ വെച്ചിട്ട് തന്നെ സ്മാർട്ടായിട്ട് സെർച്ചിങ് ടാബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. പ്രോഡക്റ്റ് ആണെങ്കിലും അവർ ഉപയോഗിക്കുന്ന സർവീസ് ആണെങ്കിലും അതിനൊക്കെ അൽഗോലിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റം NLP മോഡൽസ് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ആപ്ലിക്കേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂസേഴ്സിന് എന്താണോ വേണ്ടത്, അപ്പോൾ യൂസേഴ്സിന് കറക്റ്റ് നമ്മളതിലിപ്പോൾ ഒരു ആമസോണിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൽ 1000കണക്കിന് പ്രോഡക്റ്റ് അല്ലെങ്കിൽ 10000കണക്കിന് പ്രോഡക്റ്റ് ഉണ്ടാവും. ഇത് യൂസർ ഇവൻ എന്താണ് തിരഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഇവനിപ്പോൾ എന്ത് കൊടുത്താലാണ് ഇവൻ വാങ്ങുക എന്നുള്ളത് നമ്മളെ സെർച്ച് ബാറിനാണെങ്കിലും നമ്മുടെ AIക്കാണെങ്കിലും മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെയിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവനെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കാനും ഒക്കെ എളുപ്പം. അതുപോലെ തന്നെ ഇവന് ഇത് വാങ്ങുന്ന കൂട്ടത്തിൽ ഇപ്പം മൊബൈൽ ഫോൺ വാങ്ങുന്ന കൂട്ടത്തിൽ ഓക്കെ ഇവന് വേറെ എന്തെങ്കിലും വാങ്ങാൻ സാധ്യതയുണ്ടോ അത് മനസ്സിലാക്കിയിട്ട് അത് ആ സെയിൽസിൻ്റെ ടൈമിൽ നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് AIയുടെ ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കാം. ഈ ഉദാഹരണം വെച്ച് അൽഗോലിയ അല്ലെങ്കിൽ കസ്റ്റം NLP മോഡൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്യാൻ പറ്റും.